നമസ്കാരം. കുരുക്കുമുറുക്കുന്ന ചാനലുകൾ, ജയിലിലയക്കാൻ കാത്തു നിൽക്കുന്ന വമ്പന്മാർ. കഴിഞ്ഞ 10 വർഷമായി ഏതൊരു മലയാളി ചാനൽ തുറന്നു വെച്ചാലും കേൾക്കുന്ന സാർവത്രികമായിട്ടുള്ളൊരു വായ്ത്താരിയാണ് കുരുക്കുമുറുകുന്നു അല്ലെങ്കിൽ ജയിലിലേക്ക് യാത്രയാകുന്നു എന്നൊക്കെ. കേരളത്തിലെ വാർത്താമുറികളിൽ ഏതോ ഒരു പ്രഭു ഉണ്ടാക്കി വെച്ച ഈ ഒറ്റ പ്രയോഗം കൊണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ചാനലുകൾ എത്രയോ രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും സിനിമാക്കാരുടെയും ഒക്കെ കഴുത്തിൽ കയറിട്ട് വലിപ്പിച്ചു കഴിഞ്ഞു. അതായത് വിചിത്രമായുള്ള കാര്യം, ഇത്രയും കൊല്ലമായിട്ട് മാധ്യമങ്ങൾ മാറി മാറി വലിച്ചു മുറുക്കിയിട്ടും ഈ കയർ ഇതുവരെ പൊട്ടിപ്പോയിട്ടില്ല എന്നതാണ്. അതായത് നിഘണ്ടു എടുത്ത് നോക്കിയാൽ പോലും കുരുക്കെന്നാൽ മൃഗങ്ങളെ പിടിക്കാൻ ചരട് കൊണ്ടുണ്ടാക്കുന്ന കേവലം ഒരു കെണിയോ അല്ലെങ്കിൽ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പ്രയാസമുള്ള വൈഷമ്യമോ ഏറിയുള്ള സാധ്യതയുള്ള ഒരു ഘടകമോ ആണ് എന്ന് പറയാം. എന്നാൽ നമ്മുടെ വാർത്താ സ്റ്റുഡിയോകളിൽ ഇതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു ഏജൻസി ആരോപണ വിധേയന് ഒരു നോട്ടീസ് അടിച്ചു കൊടുത്തു, ഉടൻ തന്നെ അയാളെ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്നാണ് ചാനൽ മേധാവിമാരുടെ വാദം. അപ്പോൾ ED ഓഫീസ് മുന്നോട്ട് നീങ്ങിയാലും കുരുക്കുമുറുകും, വക്കീലൊന്ന് തുമ്മിയാലും കുരുക്കുമുറുകും, സാക്ഷി കോടതിയുടെ പടി കയറിയാലും കുരുക്കുമുറുകും. സാമ്പത്തിക കേസുകൾ മുതൽ കാക്കനാട് ജംഗ്ഷനിലെ തടസ്സം വരെ, അതായത് ഈ ഗതാഗത കുരുക്ക് വരെ, അതൊരു കുരുക്ക് സിനിമകളും പരമ്പരകളും വരെ ഈ കയറിൻ്റെ തണലിലാണ് ജീവിക്കുന്നതെന്ന് പറയേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ മാധ്യമങ്ങൾ കിലോമീറ്ററുകളോളം കയറുമായി പുറകെ നടന്ന ഏറ്റവും വലിയ കേസുകളിലൊന്നാണ് വയനാട്ടിലെ മുട്ടിൽ മരമുറി കേസ്. പട്ടയഭൂമിയിലെ ദശകോടികൾ വിലമതിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംരക്ഷിത രാജകീയ ഈട്ടിത്തടികൾ റവന്യൂ ഉത്തരവിലെ വാചകങ്ങളായി തെറ്റായി വ്യാഖ്യാനിച്ച് വെട്ടിമാറ്റി കടത്തിയ റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റുമാണ് ഈ മഹാകാവ്യത്തിലെ നായകന്മാരെന്ന് പറയുന്നത്. കാട്ടിലെ മരം വെട്ടി ലോറിയിൽ കയറ്റിയത് മുതൽ കേരളത്തിലെ സകല ചാനലുകളും ഒരേ സ്വരത്തിൽ നിലവിളിച്ചുകൊണ്ട് റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും കുരുക്കുമുറുകുന്നു എന്ന് വാദിച്ചുകൊണ്ടിരുന്നു. റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് തടികടത്താൻ ശ്രമിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ തന്നെ, അതായത് SIT തന്നെ രൂപീകൃതമാക്കി. അതോടെ കഥ ആകെ മാറി. പ്രതികൾ വിചാരണ നടപടികൾ തടയാൻ ഈ എറണാകുളം ഹൈക്കോടതി മുതൽ ഡൽഹിയിലെ സുപ്രീം കോടതി വരെ ഓരോ വാതിലും മുട്ടി. എന്നാൽ പ്രതികൾ കോടതി കയറുമ്പോഴെല്ലാം ഓരോ ഹർജിയും തള്ളപ്പെടുകയും വിചാരണ നേടാൻ കോടതികൾ ഉത്തരവിടുകയും ചെയ്തതോടെ ചാനലുകളിൽ സമാനതകളില്ലാത്ത കുരുക്കുമുറുകൽ മേളയായി മാറി. മുട്ടിൽ മരമുറിയിൽ പ്രതികൾക്ക് വൻ തിരിച്ചടി നേരിട്ടുവെന്നും സുപ്രീം കോടതിയിലും വിചാരണ ഒഴിവാക്കാനാവില്ലെന്നും കാണിച്ച റോജി അഗസ്റ്റിന് നിയമക്കുരുക്ക് മുറുകുന്നു എന്ന് പല ഫ്ലാഷ് ന്യൂസുകൾ വാഴാത്ത ദിവസങ്ങൾ കുറവായിരുന്നു. വയനാടൻ കാടുകളിൽ നിന്ന് ഈട്ടിത്തടികൾ മുറിച്ചു കളഞ്ഞപ്പോൾ ആ മരങ്ങളുടെ സ്ഥാനത്ത് മാധ്യമങ്ങൾ പണിതുയർത്തിയ കുരുക്കുകൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. ഇനി ഈ CMRL എക്സാലോജിക് മാസപ്പടി ഡ്രാമ കേരളത്തിലെ പ്രൈം ടൈം ന്യൂസ് അവറുകളെ ഏറ്റവും കൂടുതൽ പുലർത്തിയ കേസുകളിലൊന്നാണ്. കൂടുതൽ സമയം കൊടുത്ത ഒരു കേസാണ് CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ T വീണ, അവരുടെ IT കമ്പനിയുടെ എക്സാലോജിക്ക് CMRL മുതലാളി ശശിധരൻ കർത്ത എന്നിവരൊക്കെ ആയിരുന്നു ഈ വിനോദ പരിപാടിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. എന്ന് പറഞ്ഞ് ഇവരാരും തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത് കേട്ടോ. 2014 മുതൽ 2018 വരെ സേവനമൊന്നും നൽകാതെ തന്നെ CMRL കമ്പനി മാസപ്പടിയായിട്ട് 2.78 കോടി വീണയ്ക്കും കമ്പനിക്കും കൊടുത്തു എന്നാണ് SFIOയും EDയും ഒക്കെ പറയുന്നത്. കമ്പനി കണക്കിൽ IT കൺസൾട്ടൻസി എന്ന് എഴുതി വെച്ചുവെങ്കിലും തനിക്ക് അങ്ങനെ ഒരു സേവനവും കിട്ടിയിട്ടില്ല എന്ന് EDയുടെ മുന്നിൽ പോയി ശശിധരൻ കർത്ത മൊഴി കൊടുക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ രേഖകളിൽ കാണാത്ത 20.5 കോടിയുടെ മറഞ്ഞിരിക്കുന്ന കഥകളും പുറത്തു വന്നു. പോരാത്തതിന് ദുബായിലേക്ക് 3.49 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 85 ലക്ഷം രൂപ അയച്ചതിൻ്റെ ഫെമാ ലംഘനവും ഹവാല ബന്ധമുണ്ടെന്നും രഹസ്യ ഇൻ്റർനെറ്റ് കോളുകൾ ചെയ്യാൻ വൈഫൈ റൂട്ടറിൽ മറ്റൊരാളുടെ വ്യാജ സിം കാർഡ് ഇട്ട് ഉപയോഗിച്ചു എന്നുള്ള ഡിജിറ്റൽ കണ്ടെത്തലുകൾ ED പുറത്തുവിടുകയും ചെയ്തു. ഇതോടുകൂടി ഓരോ അരമണിക്കൂറിലും ചാനലുകൾ പുതിയ സ്ക്രോളിംഗ് ലൈനുകളുമായി വന്നു. വീണയ്ക്ക് കുരുക്കുമുറുകുന്നു എന്നും ചുവപ്പ് ഡയറിയിൽ 20 കോടിയുടെ ഇടപാട് വിവരങ്ങളുണ്ടെന്നും ED റെയ്ഡ് തുടങ്ങിയെന്നുമുള്ള വാർത്തകളൊക്കെ നിരന്നു. ED നീക്കം തുടങ്ങിയപ്പോഴേക്കും ചാനൽ അവതാരകർ എന്ത് ചെയ്തു? കയറുമെടുത്ത് റെഡിയായി നിൽക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. ഇവിടെ ഈ മടിയിൽ കനമില്ലാത്തവരുടെ എക്സാലോജിക് വിപുലീകരണ കഥകൾ വന്നു. CMRL എക്സാലോജിക് മാസപ്പടി കേസ് കേവലം ഈ വീണയിൽ മാത്രം ഒതുങ്ങി നിർത്താൻ മാധ്യമങ്ങൾ ഒട്ടും തയ്യാറായിരുന്നില്ല. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളെന്ന് വാദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളെ മുൻനിർത്തി മാധ്യമങ്ങൾ ദിവസങ്ങളോളം പാനൽ വലിയ ചർച്ചകൾ വരെ കൊഴുപ്പിച്ചു വെച്ചു. വീണയുടെ കമ്പനി ദുബായിലേക്ക് 85 ലക്ഷത്തോളം രൂപ ഹവാലയായി കടത്തിയെന്ന ED കണ്ടെത്തൽ വന്നപ്പോഴും ഡയറി കുറിപ്പുകളിൽ നിന്ന് കോടികളുടെ കണക്കുകൾ പൊങ്ങിയപ്പോഴും മടിയിലെ കനം ED പുറത്തെടുക്കുന്നു എന്നൊക്കെ അട്ടഹസിച്ചാണ് ചാനലുകൾ തലക്കെട്ടുകൾ പടച്ചു വച്ചത്. എന്നാൽ ഇവിടം കൊണ്ടും പാവ മാധ്യമങ്ങൾക്ക് ആശ്വാസമായില്ല. അടുത്തതായിട്ട് അവരിലേക്ക് എത്തിച്ചേർന്ന പരിശുദ്ധനായ മരുമകനും സംസ്ഥാന പൊതുമരാമത്ത് മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന മുഹമ്മദ് റിയാസ് ആയിരുന്നു. അപ്പോൾ മുഹമ്മദ് റിയാസിൽ നിന്ന് എത്തുമ്പോഴും എക്സാലോജി തട്ടിപ്പുകളിലും കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിലും ED അന്വേഷണത്തിൻ്റെ പരിധി വിപുലീകരിക്കുന്നുവെന്നും മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഉടൻ ചോദ്യം ചെയ്യുമെന്നൊക്കെ ചാനലുകളിൽ വാർത്തകൾ വന്നുകൊണ്ട് വാർത്തകളുടെ പ്രളയമായി മാറി. മകൾക്കും മരുമകനും പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ചോദ്യം ചെയ്യലുകളുടെ സമൻസുകളുടെയും കുരുക്കുമുറുകുന്നു എന്ന് സ്ഥാപിക്കാൻ മലയാള മാധ്യമങ്ങൾ പരമാവധി കയറുകൾ വലിച്ചു മുറുക്കിയ നാടകങ്ങൾക്കാണ് അന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതുമാണ്. ഇനിയുമുണ്ട് എന്ന് പറഞ്ഞ് ഈ കേസുകളൊന്നും നിലവിലില്ല എന്നാണോ?
ഇതെല്ലാം നിലവിലുള്ളത് തന്നെയാണ്. ഈ കേസുകളൊക്കെ ED അന്വേഷിക്കപ്പെടുന്നുണ്ട്. ഈ അന്വേഷണമൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. അവിടെ റോജി അഗസ്റ്റിനാണെങ്കിലും ആൻഡോ അഗസ്റ്റിനാണെങ്കിലും ഏത് അഗസ്റ്റിനാണെങ്കിലും മുട്ടിൽ മുറി കേസിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് പോകും. വീണ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ വിജയനും, ഇനി മരുമകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരുമകനും അകത്ത് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി പിണറായി വിജയൻ തെറ്റിന് കൂട്ടുനിന്നിട്ടുണ്ടോ, അദ്ദേഹം അകത്ത് പോകേണ്ടത് തന്നെയാണ്. അത്തരത്തിൽ വളരെ വാർത്തകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നാടകങ്ങളാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഒരു മാധ്യമങ്ങൾ അതിനെ വലിച്ചു നീട്ടുന്നത് ഏത് തരത്തിലാണ് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രഹസനമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. നിക്ഷേപകരുടെ കോടികൾ ആവിയായി പോയ കേസിൽ മുൻ സഹകരണ മന്ത്രി AC മൊയ്തീൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തി. മുൻകൂട്ടി സമൻസ് അയക്കുകയും ചെയ്തപ്പോൾ തന്നെ ചാനലുകൾ AC മൊയ്തീന് കുരുക്ക് മുറുകുന്നു എന്ന് ഉറപ്പിച്ചു. ഞാൻ ഈ കുരുക്കിൻ്റെ കാര്യമാണ് കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. ഇതിന് പിന്നാലെ സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ ഓരോന്നോരോന്നായി പൊങ്ങി വന്നപ്പോഴും BN വാസവും വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നിയമസഭയിലും പുറത്തും മറുപടി നൽകാൻ പാടുപെട്ടപ്പോഴും മാധ്യമങ്ങളുടെ അടുത്ത കയർ വാസവൻ്റെ നേരെയായി. മുൻമന്ത്രി K രാധാകൃഷ്ണൻ ഉൾപ്പെടെ നേതാക്കൾ ഈ PMLA കോടതിയുടെ പടി കയറിയതോടെ കരുവന്നൂർ കേസ് പൂർണ്ണമായിട്ടും മാധ്യമങ്ങളുടെ സായാഹ്ന ആഘോഷമായിട്ട് മാറി. ഇനിയുമുണ്ട്. ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഭാരവാഹികളും ക്ഷേത്രത്തെ സ്വർണ്ണപ്പാളികൾ തൊട്ട് കളിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് അടുത്ത ലൈവ് കണ്ടു കിട്ടി. ഏതാണ്? ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അജികുമാർ, സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്വകാര്യ കമ്പനി എന്നിവരൊക്കെ ഈ മേളയിലെ സൂത്രധാരന്മാരായിട്ട് മാറുകയും പോറ്റിക്ക് സ്വർണ്ണം പൂശാൻ ബോർഡ് അനുമതി നൽകിയ ദിവസം തന്നെ പോറ്റിയും ബോർഡ് തലവന്മാരും തമ്മിൽ ഫോണിലും വാട്സപ്പിലും തുടർച്ചയായിട്ട് സംഭാഷണങ്ങൾ നടത്തിയ ഈ CDR രേഖകൾ അടക്കം പ്രത്യേക അന്വേഷണ സംഘം പൊക്കിയെടുത്തു. ഈ മെയിൽ അയക്കാൻ സ്വന്തം വിലാസം പോലും ഉപയോഗിക്കാതെ മറ്റൊരാളുടെ വിലാസത്തിലാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. അപ്പോൾ ഇതൊക്കെ കോടതിയുടെ മുന്നിലെത്തിയ നിമിഷം വാർത്താ ചാനലുകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനും ഒപ്പം തന്നെ അജികുമാറിനും കുരുക്കുമുറുകുന്നെന്ന പ്രഖ്യാപനം എത്തി. ഈ പ്രഖ്യാപനം എത്തുമ്പോഴും അകത്ത് പോകുന്നവരെ കൂടി നമ്മൾ കാണുമല്ലോ. ഈ PS പ്രശാന്തും അജികുമാറും ഒക്കെ ജയിലിനകത്ത് പോവുകയും ചെയ്തല്ലോ. അപ്പോൾ ഇതിനു മുൻപ് ശബരിമല ആചാരലംഘന വിവാദങ്ങളും കോടതി കേസുകളും കത്തിയ സമയത്ത് തന്ത്രി കണ്ഠരര് മോഹൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഏത് ചെറിയ വാർത്ത വന്നാലും ചാനൽ സ്ക്രീനിൽ ശബരിമല തന്ത്രിക്ക് കുരുക്കുമുറുകുന്നു എന്ന ഫ്ലാഷ് ന്യൂസ് വരാതെ കാഴ്ചക്കാർക്ക് ഉറക്കം വരാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ. മാത്രമല്ല ഈ കേരളത്തിലെ രാഷ്ട്രീയ ചാനലുകൾക്ക് വഴി നടക്കാൻ പോലും ആകാത്ത വിധം ചാനലുകാർ എപ്പോഴും കയറുമായി പിന്നാലെ ഉണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക ഈ രാഷ്ട്രീയക്കാർ. കാരണം ലൈഫ് മിഷൻ അഴിമതി കേസ്, AI ക്യാമറ വിവാദങ്ങൾ, സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾ, ശബരിമല വിഷയം എന്നിവയൊക്കെ ഉയർന്നു വന്ന ഓരോ ഘട്ടത്തിലും കടകംപള്ളി സുരേന്ദ്രന് കുറുക്കുമുറുകുന്നുവെന്നും ലൈഫ് മിഷനിൽ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമെന്നും ഒക്കെ ചാനലുകൾ മാറി മാറി ആഘോഷിച്ചത് നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷങ്ങളും പോലീസ് കേസുകളും വന്നപ്പോഴേക്കും പ്രതിപക്ഷത്തിൻ്റെ യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ അത് കോടതിയിലെത്തിയ നിമിഷം മാധ്യമങ്ങൾ വാചകമടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് നിയമക്കുരുക്കുമുറുകുന്നു എന്നതായിരുന്നു വാർത്താമുറികളിലെ പ്രധാന വാർത്ത. അതേസമയം മോൻസൺ മാവുങ്കലിൻ്റെ വ്യാജ പുരാവസ്തു കൊട്ടാരത്തിൽ വന്ന് ഫോട്ടോ എടുത്തു എന്ന ആരോപണം അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ K സുധാകരന് കുരുക്കുമുറുകുന്നു എന്ന വ്യാഖ്യാനവും മാധ്യമങ്ങൾ നൽകി. ഇനി ഇതിനെക്കാട്ടിലും മറ്റൊന്ന് ഈ നടേശവിലാസം കുരുക്കാണ്. അത് ഈ മൈക്രോ ഫിനാൻസ് മുതൽ മഹേശൻ്റെ കൊലപാതകം വരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മകൻ BDHS നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയും മലയാളി വാർത്താ ചാനലുകൾക്ക് നൽകിയ കുരുക്ക് വാർത്തകൾക്ക് അറ്റവുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വിജിലൻസ് ചോദ്യം ചെയ്യലും അന്വേഷണാനുമതിയും കടുപ്പിച്ചപ്പോൾ ചാനൽ ചർച്ചകൾ ഉയർന്നു കേട്ട പ്രധാന ശീർഷകം മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശന് കുരുക്കുമുറുകുന്നു എന്നതായിരുന്നു. കേസന്വേഷണത്തിൽ ആരുടെയും കാല് പിടിക്കാൻ പോയിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി വെല്ലുവിളിക്കുമ്പോഴും മാധ്യമങ്ങളുടെ കയർ അദ്ദേഹത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. കഥ അവിടെയും തീർന്നില്ല. KK മഹേഷിൻ്റെ ആത്മഹത്യയിലും സാമ്പത്തിക ക്രമക്കേടുകളിലും കോടതി നിർദ്ദേശപ്രകാരം വെള്ളാപ്പള്ളി നടേശനെ 1-ാം പ്രതിയാക്കിയും തുഷാർ വെള്ളാപ്പള്ളിയെ 3-ാം പ്രതിയാക്കിയും കേസ് വീണ്ടും സജീവമായപ്പോൾ വാർത്താമുറികളിൽ വീണ്ടും തരംഗമുണ്ടായി. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും നിയമക്കുരുക്കുമുറുകുന്നു എന്ന് മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കാലം എത്ര കഴിഞ്ഞിട്ടും ചാനലുകൾ വലിച്ചു മുറുക്കിയ കയറുകളെയെല്ലാം അനായാസം വശത്താക്കി വെള്ളാപ്പള്ളിയും കുടുംബവും സാമുദായിക രാഷ്ട്രീയ രംഗത്ത് സജീവമായി തന്നെ നിലകൊള്ളുന്നു എന്നതും ഈ മലയാള വാർത്താ നാടകങ്ങളുടെ ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ എവിടെ പോയി എന്നൊക്കെ ചോദിക്കും. ഇനിയുമുണ്ട് ഈ നാടകങ്ങൾക്ക്. ഇപ്പോൾ സിനിമാ ലോകത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നടൻ സിദ്ദിഖ്, സൗബിൻ, പിന്നെ ദുൽഖർ സൽമാൻ, മാധ്യമങ്ങളുടെയൊക്കെ ഈ കുരുക്ക് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയക്കാരുടെ കഴുത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. സിനിമയിലെ നായകന്മാരും വില്ലന്മാരും ഒക്കെ ഇതിൻ്റെ ഇരകളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വരുന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങളിലും കേസന്വേഷണങ്ങളിലും ഒക്കെ നടൻ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ നിമിഷം നടൻ സിദ്ദിഖിന് കുരുക്കുമുറുകുന്നു എന്നും ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്നും ഒക്കെ ചാനലുകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. മറ്റൊരു വശത്ത് ഈ ആദായ നികുതി വകുപ്പ് വീട്ടിൽ കയറി 60 കോടിയുടെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയപ്പോൾ നടൻ സൗബിൻ ഷാഹിറിൻ്റെ വീട്ടിൽ വീണ്ടും പരിശോധന നടക്കുന്നുവെന്നും സൗബിന് കുരുക്കുമുറുകുന്നു എന്നൊക്കെ വാർത്തകൾ വന്നു. കഥ അവിടെയും തീർന്നില്ല. പുതുച്ചേരി വാഹന നികുതി വെട്ടിപ്പ് വിവാദമായി വന്നപ്പോഴും അതല്ല ഇനി ഏതെങ്കിലും ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ പുതിയ മാസ് ട്രെയിലർ ഇറങ്ങിയാൽ പോലും ഫേസ്ബുക്കിലെ ട്രോൾ പേജുകളും യൂട്യൂബിലെ ക്ലിക്ക് ബൈറ്റ് വീരന്മാരും ഒക്കെ ഒരേപോലെ തമ്പുനയിൽ അടിച്ചിറക്കി ദുൽഖറിന് കുരുക്കുമുറുകുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത്. അർജുനായങ്കിയും പിന്നെ ഈ കൊട്ടേഷൻ ഹീറോയിസും ഒക്കെ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ സോഷ്യൽ മീഡിയയിൽ ഹീറോയായി നടന്ന് വിമാനത്താവളം വഴി വരുന്ന കാരിയർമാരിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത് വില്ലനായ അർജുനായങ്കിയുടെ കഥ മാധ്യമങ്ങൾക്ക് നല്ല വിരുന്നായിരുന്നു.
കണ്ണൂർ സൈബർ പോലീസ് ഇയാളുടെ പഴയ ഡിജിറ്റൽ ജാതകങ്ങൾ പരിശോധിച്ചപ്പോൾ ആൾ സ്ഥിരം ക്രിമിനലാണ് എന്നും ഗൂഢാലോചനക്കാരനാണെന്നും വ്യക്തമായി. പോലീസുകാർ ഇയാളുടെ ജാമ്യം റദ്ദാക്കാൻ കോതമംഗലം കോടതിയുടെ പടി കയറിയപ്പോഴേക്കും അർജുൻ ആയങ്കിക്ക് നിയമക്കുരുക്ക് മുറുകുന്നുവെന്ന് പ്രൈം ടൈം ചാനലുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. തടിയിലുണ്ടാക്കിയ ഈ വ്യാജ വടിയും കാണിച്ച് ഇത് മോശയുടെ വടിയാണെന്ന് പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിച്ച ഒരാളുണ്ടായിരുന്നല്ലോ, കോടികൾ തട്ടിയെടുത്ത മോൻസൺ ബാവുങ്കൽ. ആ മോൻസൺ ബാവുങ്കലിൻ്റെ കഥ ശരിക്കും ഒരു സിനിമയെ വെല്ലുന്നതായിരുന്നു. അപ്പോൾ ഈ വ്യാജൻ കൊണ്ടു നടന്ന അപൂർവ നാണയങ്ങളും സിംഹാസനവും കണ്ട് വഞ്ചിക്കപ്പെട്ടവർ പരാതിയുമായിട്ട് എത്തിയപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണങ്ങളെല്ലാം ചാനലുകൾ കുരുക്ക് എന്ന ലേബലിൽ തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. അപ്പോൾ ഈ വാർത്താ നിർമ്മിതിക്കിടയിൽ ഉണ്ടാക്കുന്ന കുരുക്ക് എന്ന് പറയപ്പെടുന്നത് ഇവിടെ മാത്രം തീരുന്നതല്ല. വ്യാപാരികളിലും ഡിജിറ്റൽ അൽഗോരിതം അതിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സങ്കീർണമായിട്ടുള്ള കേസുകളിൽ തെളിവുകൾ ഹാജരാക്കുമ്പോൾ വാർത്ത ലളിതമായി പറയുന്നതിന് പകരം പ്രേക്ഷകരിൽ കൃത്രിമമായിട്ടുള്ള ആകാംക്ഷയും നെഞ്ചിടിപ്പും ഉണ്ടാക്കുക എന്നതാണ് ഈ മാധ്യമങ്ങളുടെ ഒരു തന്ത്രമെന്ന് പറയപ്പെടുന്നത്. ED അയക്കുന്ന ഒരൊറ്റ കത്ത് കാണുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ കുറ്റാരോപിതൻ ജയിലിൽ കിടക്കുന്ന ചിത്രം വരച്ചിടാൻ ഇത്തരം സെൻസേഷണൽ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് യഥാർത്ഥ വാർത്തകൾ മാത്രമല്ല ഈ പല തരത്തിലുള്ള വാർത്തകളിലുമൊക്കെ പല ചാനലുകളിലുമൊക്കെ അത്തരത്തിൽ പല പ്രോഗ്രാമുകൾക്കും കുരുക്കുമുറുകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ ഭയപ്പെടുത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബിസിനസ്സുകാരനായിട്ട് അനിൽ അംബാനിയെ ED വിളിച്ചപ്പോഴും സമാനമായിട്ടുള്ള പാട്ട് തന്നെ മാധ്യമങ്ങൾ കേട്ടു. ഇവിടെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ നടത്തുന്ന ക്രൂരമായിട്ടുള്ള മാധ്യമ വിചാരണയാണ്. കോടതി ഒരു വ്യക്തിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ കുരുക്കുമുറുകുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു സ്വാഭാവികമായിട്ട് നീതിയുണ്ട്. ഇന്നസെൻറ്റ് അണ്ടിൽ പ്രൂവ് ദ ഗിൽറ്റി എന്ന് പറയുന്നത് കുറ്റം തെളിയുന്നത് വരെ വ്യക്തി നിരപരാധിയാണ് എന്ന തത്വത്തെയും നിഷ്കരണം കാറ്റിൽ പറത്തുന്നതാണത്. മാത്രമല്ല ഡിജിറ്റൽ മാധ്യമങ്ങളിലെ യൂട്യൂബ് തമ്പുനെയിലുകൾക്കും ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും ഉയർന്ന ക്ലിക്ക് ത്രൂ റേറ്റിംഗ് എന്ന് പറയപ്പെടുന്നത് ലഭിക്കാൻ വേണ്ടി ആളുകൾ നെഞ്ചിരിപ്പുണ്ടാക്കുന്ന വാക്കുകൾ അൽഗോരിതങ്ങൾ അതിങ്ങനെ വളരെ കൃത്യമായിട്ട് പ്രയോഗിക്കുകയാണ്. കുരുക്കുമുറുകുന്നു എന്നത് ഇത്തരം ഡിജിറ്റൽ അൽഗോരിതങ്ങളെ സന്തോഷിപ്പിക്കുവാനുള്ള എളുപ്പ വഴിയായി മാറിയിരിക്കുന്നു. പിന്നീട് ഈ മാധ്യമവാചകങ്ങൾ വാർത്താമുറികളിൽ ഒതുങ്ങാതെ ചാനൽ ചർച്ചകളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും രാഷ്ട്രീയ എതിരാളികളെ പരസ്പരം എറിയുന്ന ആയുധമായിട്ട് രൂപപ്പെടുത്തുകയാണ് ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരേ കയറുമായി വന്ന് വലിച്ചു മുറുക്കുന്ന നമ്മുടെ ചാനൽ അവതാരകരോട് അനുകമ്പയോടെ ഒന്നേ പറയാനുള്ളൂ, ഈ കുരുക്ക് നിർത്തിയിട്ട് വല്ല പുതിയ വാക്കുകളും ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പാവം കുറ്റാരോപിതരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അവർ ഇത് ദിനം പ്രതി കേട്ടുമെടുത്ത് പാവം കാഴ്ചക്കാരുടെ തലച്ചോറിലാണ് ഇപ്പോൾ കുരുക്ക് വീണിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് കേസിൻ്റെ വിവിധ നിയമപരമായിട്ടുള്ള ഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. വെറുമൊരു ചോദ്യം ചെയ്യലും സമൻസ് അയക്കലും കുറ്റപത്രം നൽകലും ശിക്ഷാവിധിയും തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇവയെല്ലാം ഒരേ കെട്ടിലിട്ട് കുരുക്ക് മുറുകുന്നു എന്ന് പറയുന്നത് വിവരക്കേടാണ് എന്ന് പറയട്ടെ. നാടകീയതയ്ക്ക് പകരം വസ്തുത നൽകാൻ മാധ്യമങ്ങൾ തയ്യാറാകണം. ഏതെങ്കിലും ഒരു വ്യക്തി പിന്നീട് കോടതിയിൽ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ മാധ്യമങ്ങൾ നടത്തിയ ഈ മാധ്യമ വിചാരണ ഉണ്ടാക്കിയ സാമൂഹിക അപമാനം ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ പേറേണ്ടി വരുമെന്ന ഉത്തരവാദിത്ത ബോധം അതുണ്ടാകേണ്ടതുണ്ട്. കുരുക്കുമുറുകുന്നു എന്ന ശൈലിയുടെ വൻതോതിലുള്ള ഉപയോഗം മലയാള മാധ്യമരംഗത്ത് ആധിപത്യം സ്ഥാപിച്ച റിയാലിറ്റി ഷോ സംസ്കാരത്തിൻ്റെ ഉദാഹരണമാണ് എന്ന് പറയപ്പെട്ടിരുന്നു. ഈ മാധ്യമ മാമാങ്കങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ യഥാർത്ഥ പ്രത്യേകത എന്തെന്നാൽ ഇതുവരെ കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു കുരുക്കും ഇവിടെയും പൂർണ്ണമായിട്ട് മുറുകിയിട്ടില്ല എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പുകമറകളും നാടകീയതകളും സൃഷ്ടിച്ച് കുറേ നാൾ വാർത്താമുറികൾ ചൂടുപിടിപ്പിച്ച് നിർത്തുമെങ്കിലും നിയമപ്രക്രിയകൾ അതിൻ്റെ വഴിക്ക് ശാന്തമായിട്ട് കടന്നു പോവുകയും മാധ്യമങ്ങൾ സൃഷ്ടിച്ച കുരുക്കുകൾ പലപ്പോഴും കാറ്റിൽ പറന്നു പോവുകയുമാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ മാധ്യമ വ്യഭിചാരികൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ മാപ്രകൾ എന്ന് പറയപ്പെടുന്നവർ മനസ്സിലാക്കുക. സാമൂഹിക വളർച്ചയ്ക്കും നീതിപൂർവമായിട്ടുള്ള ചിന്തയ്ക്കും ഊന്നൽ നൽകുന്ന സ്വതന്ത്ര പ്ലാറ്റ്ഫോമുകളും തിങ്ക് ടാങ്കുകളും മാധ്യമരംഗത്തെ ഇത്തരം വശങ്ങളെ വസ്തുതാഷ്ഠമായിട്ട് വിചാരണ ചെയ്യേണ്ടതുണ്ട്. രാഷ്ട്രീയ നിഷ്പക്ഷതയോടെ സമുദായത്തെയും യുവാക്കളെയും മാധ്യമ സാക്ഷരതയുള്ളവരാക്കി മാറ്റുവാനും വാർത്തകളിലെ നാടകീയത തിരിച്ചറിഞ്ഞ് വിവരങ്ങളെ വിവേചന ബുദ്ധിയോടെ കാണാനും ഇത്തരം വായനകളും പഠനങ്ങളും സമൂഹത്തെ പ്രാപ്തമാക്കും. ഇതുവരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കുരുക്കും ഇവിടെ മുറുകിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ പറയുന്ന പോലെ മാധ്യമ വിമർശനത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുന്നതാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നതും. എല്ലാവർക്കും മാധ്യമ വിമർശനങ്ങളാവാം, പക്ഷേ ഇങ്ങനെ മാധ്യമങ്ങൾ അതിരുവിട്ട് നടത്തുന്ന പ്രകടനങ്ങൾ അത് വൃത്തികേടാണ് എന്ന് സൂചിപ്പിക്കട്ടെ. ഇങ്ങനെ ഓരോരുത്തരുടെയും കുരുക്ക് മുറുക്കുന്നത് ഈ ചാനലുകളാണ്. ജയിലിലയക്കാൻ കാത്തു നിൽക്കുന്ന വമ്പന്മാർ, ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ജയിലിലയക്കേണ്ടത് ഈ ഇത്തരത്തിൽ പ്രവർത്തികൾ നടത്തുന്ന മാധ്യമ പ്രവർത്തകരാണ്.